PR ശിവശങ്കർ വീണിടത്ത് കിടന്നു ഉരുളുന്നു, വെളുക്കാൻ തേച്ചത് പാണ്ടായി. പക്ഷേ എങ്കിലും സമർത്ഥമായ രാഷ്ട്രീയം കളിക്കുകയാണ് പിണറായി വിജയൻ. പാണ്ഡ്യാല ഷാജി അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. പിണറായിയുടെ ഓരോ മൂമെൻറ്റും സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന, അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള ഒരാളാണ് ശ്രീ പാണ്ഡ്യാല ഷാജി. വളരെ സമർത്ഥമായി ഇതിനിടയിലും രാഷ്ട്രീയം കളിക്കുന്നു എന്നൊരു വാദമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, പിണറായി വിജയൻ ഡൽഹിയിൽ വാർത്താസമ്മേളനം നടത്തിയല്ല, അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഹിന്ദു ലേഖികയ്ക്ക് അഭിമുഖം അനുവദിച്ചു. പിണറായി വിജയനെപ്പോലുള്ള ഒരു ഭരണാധികാരി, എത്രത്തോളം കർക്കശ സ്വഭാവം അദ്ദേഹത്തിനുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. ആ ഒരു മുറിയിലേക്ക് അദ്ദേഹത്തിൻ്റെ അനുമതി ഇല്ലാതെ സ്വന്തം മകൾ പോലും കടന്നു ചെന്നില്ല. നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഒരു ഈച്ച പോലും, ഷാജി പറഞ്ഞത് ശരിയാണ്, ഒരു ഈച്ച പോലും അകത്തേക്ക് പോവില്ല. അതാണ് പിണറായി വിജയൻ. അപ്പോൾ കൃത്യമായി PR ഏജൻസിയെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ആ PR ഏജൻസി കൈസൻ ആണെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി അദ്ദേഹം ചില ഉരുണ്ടുകളികൾ നടത്തുന്നു. പല ചോദ്യങ്ങൾക്കും മറുപടിയില്ല, ഉത്തരം മുട്ടുന്നു. പക്ഷേ എങ്കിലും പിണറായി എന്താണോ ആഗ്രഹിച്ചത്, എന്താണോ ഉദ്ദേശിച്ചത്, അത് ഒരളവോളം കൃത്യമായിട്ട് നടപ്പാക്കിയിട്ടില്ലേ? അനന്തം, എനിക്ക് താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. പാണ്ഡ്യാല ഷാജിക്ക് വർഷങ്ങളായി CPM-ആയിട്ട് അടുത്ത ബന്ധമുള്ള, CPM-ൻ്റെ ഇൻറ്റേർണൽ പൊളിറ്റിക്സൊക്കെ വളരെ കൃത്യമായി പഠിക്കുകയും അത് നന്നായി വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, നിരീക്ഷകനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ചാനൽ ചർച്ചകളൊക്കെ കാണാറുണ്ട്. പ്രത്യേകിച്ച് ജനൻ TV-യിൽ താങ്കളുമായിട്ടുള്ള ചർച്ച ഞാൻ നിരീക്ഷിക്കാറുണ്ട്. ഞാൻ ഇത്തവണയും പാണ്ഡ്യാല ഷാജി പറഞ്ഞ കാര്യങ്ങൾ വളരെ സസൂക്ഷ്മം കേൾക്കുകയായിരുന്നു. ഞാൻ അതിനോടൊക്കെ ഒരു പരിധിവരെ യോജിക്കുന്ന ആളാണ് എങ്കിൽ പോലും ഞാൻ അതിന് പകരം വയ്ക്കാവുന്ന, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കൂടി ഇതിനെ ചിന്തിക്കേണ്ടി വരും. കാരണം ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപ്പിലാക്കിയ ഒരു രാഷ്ട്രീയമായ അജണ്ടയോ അത്തരത്തിലുള്ള ഒരു എതിരാളിയോ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അല്ലെങ്കിൽ അൻവറും വന്നു നിൽക്കുന്നത്. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പരിചിതമായ ഒരു രാഷ്ട്രീയമായ ഒരു ഭൂമിക പിച്ചിലല്ല അവരിന്ന് കളിക്കുന്നത് എന്നതുകൊണ്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ CM-ന് ഹിന്ദു പോലുള്ളൊരു പത്രത്തിൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കണമെങ്കിൽ ഒരു PR ഏജൻസിയും അതിൻ്റെ ഒരു സിസ്റ്റവും ആവശ്യമുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. ഇംഗ്ലീഷിൽ അടിക്കുന്ന ദേശാഭിമാനിയാണ് ഹിന്ദു എന്നുള്ള ഒരു ആരോപണം മാറ്റി നിർത്തിയാൽ തന്നെയും ഒരു ഇംഗ്ലീഷ് പത്രത്തിനോ അല്ലെങ്കിൽ മലയാള പത്രത്തിനോ ഒരു സംസ്ഥാനത്ത് CM-ൻ്റെ ഒരു ഇൻ്റർവ്യൂ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരു മോശം സാധനമൊന്നുമല്ല, ആരായാലും അച്ചടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതിനൊരു PR ഏജൻസിയുടെ ഒരു നിർബന്ധം വേണം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രയും മോശമാണോ മുഖ്യമന്ത്രി? അങ്ങനെയാണെങ്കിൽ അത് വളരെ ദയനീയമാണ്. അതായത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ഒരു ഇൻ്റർവ്യൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അതിൻ്റെ SFIയുടെയൊക്കെ സ്ഥാപക നേതാവായ റാം അടക്കമുള്ള ആളുകൾ എഡിറ്റോറിയൽ ബോർഡിലുള്ളപ്പോൾ അത് പ്രിൻ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യമൊന്നുമില്ല വെച്ചാൽ ഇദ്ദേഹം രാജിവെച്ച് ആ കാര്യം കൊണ്ട് പോകണമാണ് നല്ലത്. അത്ര മോശമായി സ്ഥിതി എന്നുള്ളതാണ്. അപ്പോൾ അത് ആവശ്യമില്ല എങ്കിൽ എന്തിനായിരുന്നു ഈ PR ഏജൻസി ഉണ്ടായിരുന്നു? എനിക്ക് അതിൽ കൂടുതൽ സംശയമുള്ളത്, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പറയാത്ത ഒരു കാര്യം, ഹിന്ദു പോലുള്ള ഒരു പത്രം ഒരു PR ഏജൻസിയുടെ ഒരു സ്റ്റാഫ് നൽകിയാൽ പ്രിൻ്റ് ചെയ്യുമെന്ന് അനിൽ നമ്പ്യാർ വിശ്വസിക്കുന്നുണ്ടോ? ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് കേട്ടേക്കുന്നത്, അയൽവക്കത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് ഹിന്ദു പത്രത്തിൽ കണ്ടാലേ വിശ്വസിക്കുകയുള്ളൂ എന്നെല്ലാമുള്ള വലിയ വാഗ്ധോരണികളാണ് ആ പത്രത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. ഇംഗ്ലീഷ് പഠിക്കാൻ ഹിന്ദു പത്രം വായിക്കണം. ഇപ്പോൾ മുഴുവൻ തെറ്റേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ വാചകങ്ങളൊക്കെ അടിച്ച ഒരു പത്രത്തിലേക്ക് ഒരു മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനമോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂയോ കഴിഞ്ഞതിന് ശേഷം ഇതിൽ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു സാധനം കയറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യബോധമുള്ള അനിൽ നമ്പ്യാർ എത്രയോ വർഷങ്ങളായി ഒരു മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളും വർക്ക് ചെയ്യുന്നു. താങ്കൾ കയറ്റുമോ? ഞാൻ വിശ്വസിക്കുന്നില്ല. സാധാരണ ഒരു പത്രദൃശ്യ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യം നടക്കില്ല. ഹിന്ദുവിലോ അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള നാഷണൽ ഏജൻസിയിൽ ഒട്ടും സംഭവിക്കില്ല.
രണ്ട്, അങ്ങനെ സംഭവിച്ചാൽ തന്നെ അത് ക്രോസ് ചെക്ക് ചെയ്യില്ലേ? PR ഏജൻസി ഹാസ് ബീൻ ഗിവൺ സച്ച് എ സ്റ്റേറ്റ്മെൻറ്റ്, ഷുഡ് ഐ ഇൻക്ലൂഡ് ദിസ് എന്ന് ഈ പറയുന്ന ബിന്ദു ആരോടായിരിക്കും ചോദിച്ചിരിക്കുക? ചോദിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ചോദിക്കാതിരിക്കുമോ? ചോദിക്കാതിരിക്കുമെങ്കിൽ അവരെ അന്ന് തന്നെ ഇന്ന് സസ്പെൻഡ് ചെയ്തേനെ. അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരോടായിരിക്കും? അപ്പോൾ അങ്ങനെ ഒരു കാര്യവും കൂടി ഫോളോ ചെയ്യണം. അപ്പോൾ ഇതൊന്നും ഒരു യുക്തിക്ക് നിരക്കുന്നതല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ലേഖിക ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരോടാണ് അങ്ങനെ? അതും അല്ലെങ്കിൽ അവരെയും കൂടി ചതിച്ചോ എന്നല്ലേ വിശ്വസിക്കേണ്ടത്? അപ്പോൾ അതിലൊരു കാര്യം പിന്നെയാണ് നമ്മൾ ഇതിൻ്റെ പിറകിലെ രാഷ്ട്രീയം മനസ്സിലാക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ PR ഏജൻസി മുഹമ്മദ് റിയാസിൻ്റെയും കൂടെ PR ഏജൻസിയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു PR ഏജൻസിയെ വെച്ചിട്ട് ഈ മുഖ്യമന്ത്രിയെ തകർക്കുവാനായി അവിടുത്തെ PR ഏജൻസിയുടെ ആളുകളും ഈ അദ്ദേഹത്തിൻ്റെ പുതിയ എന്താ പറയുക ബന്ധുക്കളും അതുപോലെ തന്നെ പാർട്ടിയിലെയും അതല്ലെങ്കിൽ CMൻ്റെ ഓഫീസിലുമുള്ള പ്രസ് സെക്രട്ടറിമാരോ അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള ആളുകൾ കൂടി ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ഗൂഢാലോചന അന്വേഷിക്കേണ്ടതല്ലേ? ഇത് ഞാൻ പറയുന്നത് ഇത് ആദ്യമായിട്ടല്ലല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ ഇത് പലകുറി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചരിത്രം ഞാൻ പറയാം. അപ്പോൾ ഇതിൽ ഗൂഢാലോചന സത്യത്തിൽ അന്വേഷിക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. അൻവർ ഇളക്കിവിടുന്ന വലിയ രാഷ്ട്രീയത്തെ തകർക്കുവാനായി അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനായി വലിയ രീതിയിലുള്ള ഒരു ലഹള അല്ലെങ്കിൽ ഒരു വലിയ കലാപം സൃഷ്ടിക്കുകയും അതിൻ്റെ ഉത്തരവാദി മുഖ്യമന്ത്രിയാക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു രക്ഷകൻ്റെ റോളിൽ ആർക്കെങ്കിലും വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അയാൾ സൃഷ്ടിച്ച ഒരു PR ഏജൻസി കഥയായി ഇതിനെ കാണണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം അത്തരത്തിലുള്ളൊരു അന്വേഷണം ആവശ്യമുണ്ട്, ഒരു സംശയവുമില്ല ഈ കാര്യത്തിൽ. രണ്ട്, ഇത് ആദ്യമായിട്ടല്ല പിണറായി വിജയൻ ഇത് പറയുന്നത്. ഞാൻ പിണറായി വിജയൻ്റെ എന്താ പറയുക കഴിഞ്ഞ കുറേ നാളത്തെ പത്രസമ്മേളനങ്ങളൊക്കെ എടുത്ത് പഠിച്ചപ്പോൾ അനിലിന് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. 2021 സെപ്റ്റംബർ 21 അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. ആ പത്രസമ്മേളനം നടത്തില്ല. നമുക്കറിയാം അന്ന് ബിഷപ്പ് നർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് അദ്ദേഹം ഇത്തരത്തിലുള്ള നർക്കോട്ടിക് ജിഹാദ് വിഷയത്തിൽ മതപരമായ കണക്കുകൾ നിരത്തി വെച്ചുകൊണ്ട് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഡ്രഗ് മാഫിയയുടെ ഭാഗമായിട്ടല്ല ഒരു റിലീജിയനുമുള്ളത്, അത്തരത്തിലുള്ള കണക്കുകൾ തെറ്റാണ്. അന്ന് ബിഷപ്പ് ആരോപിച്ചതുപോലെ മുസ്ലിം സമുദായത്തിനല്ല കൂടുതൽ പങ്കാളിത്തം ഇത്തരത്തിലുള്ള ഡ്രഗ് വിഷയത്തിൽ. അത് ആ കണക്കുകൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കണക്കുകൾ ഇങ്ങനെയാണ്: ഏതാണ്ട് 4941 കേസുകൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായി 5 വർഷത്തെ കണക്കുകൾ അദ്ദേഹം പറയുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4941 അതിലേതാണ്ട് 5422 5422 ഇത്രയും കണക്കുകൾ. ഞാനന്ന് ചർച്ചയിൽ ഇരുന്നതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 5422 ആളുകളെ അക്യൂസ്ഡ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ കണക്കുകൾ അദ്ദേഹം പറയുന്നു 2700 ഹിന്ദുക്കളുണ്ട്, അതിൽ 1769 മുസ്ലിങ്ങളുണ്ട്, 853 ക്രിസ്ത്യൻ വിഭാഗക്കാരുമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. നോക്കൂ, ഈ കണക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹിന്ദുക്കളാണ് കൂടുതൽ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും ഒട്ടും മോശമില്ല എന്നുള്ള കണക്ക്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ കണക്ക് അവതരിപ്പിക്കുകയുണ്ടായി. അന്ന് തന്നെ അതിൻ്റെ പിറ്റേ ദിവസത്തേക്ക് പത്രപ്രസ്താവനയൊക്കെ വായിച്ചറിയാൻ ഞങ്ങളും അന്ന് തന്നെ ചാനൽ പറഞ്ഞു, ഇത് വളരെ മനഃപൂർവ്വം ഒരു സമുദായത്തെ കുറ്റപ്പെടുത്തുന്നതാണ്. കാരണം ഒരു ജനസംഖ്യാ അനുപാതത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഈ കണക്ക് നോക്കുമ്പോൾ 2700 ഹിന്ദുക്കൾ എന്ന് പറയുന്നത് 5422 ഏതാണ്ട് 49.8% മാത്രവും, അതുപോലെ തന്നെ 1809 മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഈ 5422 34%, 853 എന്നുള്ള ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ കണക്ക് 15.73%. ജനസംഖ്യാനുപാതത്തിൽ ഹിന്ദുക്കളുടെ കണക്ക് 54%. അപ്പോൾ ഹിന്ദുക്കൾക്ക് 49 വരുന്നുള്ളൂ. മുസ്ലിം ജനസംഖ്യ 26%, അവിടെ 34% വരുന്നു. ക്രിസ്ത്യൻ ജനസംഖ്യ 18%, പക്ഷേ അവിടെ 15% വരുന്നുള്ളൂ. ഈ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇത് മുസ്ലിം സമുദായത്തെ കളിയാക്കുവാനും തകർക്കുവാനും വേണ്ടിയിട്ടുള്ള കണക്കുകളല്ലേ? ഇത്തരത്തിൽ ജാതിയും മതവും തിരിച്ചുകൊണ്ട് കുറ്റവാളികളെ കണക്ക് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഒരക്ഷരം അദ്ദേഹം ഈ കണക്കുകളെ കുറിച്ച് മിണ്ടിയിട്ടില്ല.
ഇത് മിണ്ടിയിട്ടില്ല. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, മദ്രസകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയുവാനായിട്ടുള്ള വലിയ യൂണിറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് മദ്രസകൾ മാത്രം? എന്തുകൊണ്ട് ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും ഹിന്ദു ദേവാലയങ്ങളിലും ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാനുള്ള സ്ക്വാഡിനെ വെക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിനും അദ്ദേഹത്തിന് ഉത്തരമുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഞാനിപ്പം അതിൻ്റെ കൂടെ ഞാൻ ഇന്ന് അനിൽ നമ്പ്യാർക്ക് മറ്റൊരു വീഡിയോ ഇപ്പോൾ ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. കുറച്ച് നാൾ മുമ്പ് അദ്ദേഹം പറഞ്ഞ മറ്റുള്ള കുറേ കണക്കുകൾ ഞാൻ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം ഇത്തരത്തിലുള്ള കണക്കുകളും കാര്യങ്ങളും വിട്ടുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഒരു ജനാധിപത്യ സ്വഭാവത്തെയും മതേതരത്വ സ്വഭാവത്തെയും തകർക്കുവാനായിട്ട് ഇദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഒരു സംശയവുമില്ല, അതിന് അദ്ദേഹം താല്പര്യമുണ്ട്. അത് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന, ഇടതുപക്ഷത്തിനും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് ഒരു ഹിന്ദു സമുദായത്തിൽ നിന്നും രക്ഷിക്കുവാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് ശ്രീ പാണ്ഡ്യാല ഷാജി പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുന്നു. അത് അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചെയ്തിട്ടില്ല എങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ക്രോസ് ചെക്കിങ്ങിന് അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തെ അവിടുത്തെ പ്രസ് സെക്രട്ടറിയും മറ്റും ശ്രമിക്കാതിരുന്നത്? ഒരു PR ഏജൻസി വരുന്നു, അതിൻ്റെ കൂടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ കൂടെ ആരുമില്ല, 2-3 പ്രസ് സെക്രട്ടറിമാരും മാധ്യമ ഉപദേഷ്ടാക്കളൊക്കെ ഉണ്ടായിട്ടും ആരും വരുന്നില്ല. ഇതെല്ലാം വിശ്വസിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ തന്നെ അദ്ദേഹത്തെ ചതിച്ചു ഇക്കാര്യത്തിൽ. അദ്ദേഹമല്ല ഇത് പറഞ്ഞിട്ടുള്ളെങ്കിൽ എന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, ഈ കേരളത്തിൽ 3 മുഖ്യമന്ത്രിമാർ ഇത്തരത്തിൽ കാര്യം പറഞ്ഞിട്ടുണ്ട്. ശ്രീ AK ആൻ്റണി പറഞ്ഞിട്ടുണ്ട്, ഒരു കാലഘട്ടത്തിൽ ന്യൂനപക്ഷങ്ങൾ വളരെ ശക്തിയായി ഇവിടുത്തെ ഒരു പ്രത്യേക സമുദായത്തിനെ തകർക്കുവാനായിട്ട് ശ്രമിക്കുന്നു, കൂടുതൽ ആനുകൂല്യങ്ങൾ പറ്റുന്നു, ഇത് ശരിയല്ല, ഇത് ബാക്ക്ലാഷ് ഉണ്ടാവുമെന്ന് AK ആൻ്റണി പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് സ്ഥാനം പോയി. VS അച്യുതാനന്ദൻ ഇതേ ഭാഷ ഉപയോഗിച്ചു. ഇവിടെ ഒരു പ്രത്യേക മതസമുദായം തീവ്രവാദ ചിന്താഗതിയോടെ പ്രവർത്തിക്കുന്നു, സ്ത്രീകളെ പെൺകുട്ടികളെ മതം മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇതാ മുഖ്യമന്ത്രിയും അവസാനം നഷ്ടപ്പെടാൻ പോകുമ്പോൾ ഈ കണക്കുകൾ പറയുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ഈ സംസ്ഥാനത്ത് വളരെ വലിയ രീതിയിലുള്ള ഈ തീവ്രവാദ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നുണ്ട്. അതൊരു സമുദായത്തിൻ്റെ മാത്രമല്ല, പക്ഷെ തീവ്രവാദ സംഘടനകളുണ്ട്, അതിൽ ചില മതസംഘടനകൾക്ക് താല്പര്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു മുസ്ലിം സമുദായത്തിലെ 90% ആളുകൾക്കും ഇതുമായിട്ട് ബന്ധമില്ല. പക്ഷേ ആ സമുദായത്തിലെ തന്നെ തീവ്രവാദ സംഘടനകൾ ഇതിൽ പിന്തുണയ്ക്കുന്നുണ്ട്. അവിടെയാണ് മുഖ്യമന്ത്രിയോട് ചോദ്യം. ഇത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? അതല്ലേ ഗവർണർ ചോദിച്ചത്. മുഖ്യമന്ത്രിക്ക് ഈ വിവരങ്ങൾ മുഴുവൻ അറിയാമല്ലോ. ഈ തീവ്രവാദ പ്രവർത്തനത്തെയും നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചിട്ടും അതുപോലെ നടക്കുന്ന ഈ വലിയ അഴിമതിയും മാഫിയ സംഘത്തിൻ്റെയും തലവനായ ഒരാളെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ സ്വന്തം പാർട്ടിയിലും സ്വന്തം മിനിസ്ട്രിയിലും സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ കാര്യങ്ങൾ എടുത്തു പറയുവാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി തയ്യാറായില്ല? മുഖ്യമന്ത്രി അറിഞ്ഞിട്ടും, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം സംസ്ഥാനത്തെ മലപ്പുറത്തെ ജില്ലാ സെക്രട്ടറി കൃത്യമായി പറഞ്ഞില്ലേ, മാഫിയ തലവനാണ്, കൊള്ളക്കാരനാണ്, ദേശദ്രോഹ പ്രവർത്തനം ചെയ്തിരിക്കുന്നു, സ്വർണ്ണക്കടത്തുകാരനാണ്. ഇതെല്ലാം പറയുന്നത് ആർക്കെതിരെയാ? ഇന്നലെ വരെ സ്വന്തം പാർട്ടിയെ, സ്വന്തം മുഖ്യമന്ത്രിയെ പിന്തുണച്ച നേതാവിനെ കുറിച്ച്, MLA കുറിച്ച് സംസ്ഥാനത്തെ CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ജില്ലാ സെക്രട്ടറി പറഞ്ഞതല്ലേ? ഇതെങ്ങനെ അദ്ദേഹത്തിന് അറിഞ്ഞിട്ടും സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അറിയിച്ചില്ലേ? ഇതൊന്നും സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അറിയുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻ്റലിജൻസ് എന്തിനാ ഈ പോലീസ് സംവിധാനം? സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ നേതൃത്വവും ഒരു MLA-ക്ക് കൊള്ളക്കാരനാവുവാനും മാഫിയ തലവനാവുവാനും സംസ്ഥാനത്തെ കള്ളക്കടത്തിൻ്റെ കേന്ദ്രമായി പ്രവർത്തിക്കുവാനും എല്ലാ സഹായവും ചെയ്തിട്ട് ഇപ്പോൾ നിവർത്തികേടുകൊണ്ട് തിരിച്ചു പറയുന്നതിനെയാണ് ഉളുപ്പില്ലായ്മ അല്ലെങ്കിൽ നിവർത്തികേടെന്ന് പറയുന്നത്. ഈ മുഖ്യമന്ത്രി രാജിവെച്ചു പോകണം. അതാണെന്ന് BJP സമരത്തിലൂടെ ആവശ്യപ്പെട്ടത്. കാരണം ഈ സംസ്ഥാനത്തെ കൊള്ളക്കാരുടെ കയ്യിൽ, ദേശദ്രോഹികളുടെ കയ്യിൽ, കള്ളക്കടത്തുകാരൻ്റെ കയ്യിൽ, മാഫിയക്കാരൻ്റെ കയ്യിൽ നൽകിയത് ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കാണ് ആദ്യത്തെ ഉത്തരവാദിത്വം. അത് അംഗീകരിക്കണം. അത് സ്വയം അംഗീകരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക്, അതിൻ്റെ കണക്കുകൾ അദ്ദേഹം സ്വയം പുറത്തുവിട്ട സ്ഥിതിക്ക്, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് ഇനി ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരിക്കാൻ അധികാരമില്ല, അവകാശമില്ല, ഒരു സംശയവുമില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ചിന്തിക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ അതും കൂടെ പറയാം. ക്യാൻ ഐ കണ്ടിന്യൂ? യെസ് പ്ലീസ്. 2 കാര്യം കൂടി ഞാൻ പറയാം. ഒന്ന്, ഇന്ന് പറഞ്ഞത് സംസ്ഥാനത്തിന് PR ഏജൻസിയേ ഇല്ല എന്നാണ് ശ്രീ ഗോവിന്ദൻ മാഷും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയും പറഞ്ഞത്. സംസ്ഥാനത്തിന് PR ഏജൻസി ഇല്ല എങ്കിൽ ഇവർ റിലയൻസിൻ്റെ PR ഏജൻ്റായിരിക്കും മുഖ്യമന്ത്രി. അങ്ങനെ ആവാമല്ലോ. കാരണം ഈ PR ഏജൻസി അവിടെ ഉണ്ടായിരുന്നുവെന്നും അവർ സമ്മതിക്കുന്നുണ്ട്, ഇദ്ദേഹവും സമ്മതിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിനാണല്ല വേണ്ടെങ്കിൽ റിലയൻസിന് വേണ്ടിയിട്ടായിരിക്കും മുഖ്യമന്ത്രി ഈ പ്രവർത്തനം നടത്തുന്നത്. ഒരു സംശയവുമില്ല. കാരണം ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്കറിയാം, റിലയൻസ് ഇവിടെ സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മുഴുവൻ ഇൻഷുറൻസ് ഏജൻസിയും ആദ്യം കൊടുത്തത് റിലയൻസിനല്ലേ?
ഇവിടെ ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള 3 ഇൻഷുറൻസ് ഏജൻസിയും മറ്റു പല ഏജൻസികൾ ഉണ്ടായിട്ടും എന്തിനാണ് കൂടുതൽ തുകയ്ക്ക് റിലയൻസിന് നൽകിയത്? അപ്പോൾ ആരായിരുന്നു ഇന്ന് ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ് ഇവിടുത്തെ കുത്തകൾക്കെതിരെയും ബഹുരാഷ്ട്ര കുത്തകൾക്കെതിരെയും നിരന്തരം സമരം ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് റിലയൻസിന് കൊടുത്തത്? എന്തിനാണ് അതേപോലെ ഈ സീഡാക്ക് റിലയൻസിന് കൊടുത്തത്? ഇത്രയത്ര ഇവിടെ ഈ ഫ്രഞ്ച് കമ്പനിക്ക് ഇത്തവണ ഇവിടുത്തെ കുടിവെള്ള പദ്ധതിയുടെ പ്രോഗ്രാം കൊടുക്കാൻ പോകുന്നു. അതേപോലെ മെട്രോൻ്റെ മുഴുവൻ കണക്കുകളും മറ്റൊരു സ്വകാര്യ കമ്പനിയുടെ ബാങ്കിന് നൽകുന്നു. ഇതെല്ലാം ഫിക്സഡ് ഡെപ്പോസിറ്റ് അടക്കം അങ്ങോട്ട് നൽകുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നിരന്തരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇവിടുത്തെ പിണറായി വിജയനും ഈ കേരളത്തിൽ ഇവർ പറയുന്ന ഒരു കുത്തക വിരുദ്ധ സമരത്തിൻ്റെ മുഖച്ഛായൊന്നുമല്ല. സത്യത്തിൽ എല്ലാ കുത്തകൾക്കും വേണ്ടിയിട്ട് പ്രത്യേകിച്ച് റിലയൻസിന് വേണ്ടിയിട്ട് കീഴടങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവമാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക്. അത് നമ്മൾ പല കുറി കണ്ടു കഴിഞ്ഞതാണ്. ഒരു സംശയവുമില്ല, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും റിലയൻസിൻ്റെ PR ഏജൻസിയായി മാറി എന്നല്ലെങ്കിൽ തിരിച്ചല്ല എങ്കിൽ PR ഏജൻസിയായിട്ട് സംസ്ഥാന മുഖ്യമന്ത്രി ഈ ആളെ അല്ല എടുത്തെങ്കിൽ തിരിച്ചായിരിക്കാം സാധ്യതയുള്ളത്. അതിൻ്റെ ഭാഗമായി അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തതാണ് ഈ കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും സംസ്ഥാനത്ത് അവരുടെ അധികാരം നഷ്ടപ്പെടുവാൻ സത്യത്തിൻ്റെ ഒരു അല്പമെങ്കിലും പറഞ്ഞപ്പോൾ അധികാരം നഷ്ടപ്പെടുന്നു എന്നുള്ള ചരിത്രമുണ്ട്. മുഖ്യമന്ത്രിക്കും അതേ പാതയിലാണ്. സത്യമാണ് പറഞ്ഞതെങ്കിൽ നഷ്ടപ്പെടും, അതല്ല അത് പറഞ്ഞു വയ്ക്കുകയും തനിക്ക് ആവശ്യമായ വോട്ടുകൾ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുമെങ്കിൽ ജനങ്ങളുടെ മുൻപിൽ നഗ്നനാണ് എന്ന് പറയേണ്ടി വരും ജനങ്ങൾക്ക്. ഒരു സംശയവുമില്ല. അതല്ലെങ്കിൽ പോലും സംസ്ഥാനത്ത് ഇത്രയേറെ കൊടും ക്രിമിനലിന് ഈ സംസ്ഥാനത്തിൻ്റെ ഒരു നിയമസഭാ കക്ഷി യോഗത്തിൽ സ്പേസ് കൊടുക്കുകയും MLA ആക്കുകയും 2 പ്രാവശ്യം വളർത്തിക്കൊണ്ടുപോകുകയും ചെയ്യുന്നുള്ള കുറ്റം ഒരിക്കലും ജനങ്ങൾ അംഗീകരിക്കില്ല. കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. അദ്ദേഹം ഇനി എത്ര വെളുത്ത ഷർട്ടിട്ടാലും 2 പേന കുത്തിയാലും ഒരു സംശയവുമില്ല, സംസ്ഥാന മുഖ്യമന്ത്രി അഴിമതിക്കും ഈ ജനദ്രോഹത്തിനും ദേശദ്രോഹത്തിനും ഇവിടുത്തെ മാഫിയ തലവനും കൂട്ടുനിന്നവനായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മുഖ്യമന്ത്രി വെട്ടിലായെങ്കിലും സമർത്ഥമായ രാഷ്ട്രീയം കളിക്കുന്നു എന്ന ഒരു വാദം. മുഖ്യമന്ത്രിക്ക് പാര പണിയുന്നത് അകത്തുള്ളവർ തന്നെയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവർ തന്നെയാണെന്ന മറ്റൊരു വാദം.